അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കനത്ത അസ്ഥിരത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ രണ്ട് പ്രധാന അവകാശവാദങ്ങളെയും പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ തികച്ചും അസംബന്ധവും വസ്തുതാവിരുദ്ധവുമാണെന്നാണ് ടെഹ്റാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ പുതിയ വാക്പോര് പശ്ചിമേഷ്യൻ മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദോഹയിൽ വെച്ച് അമേരിക്കയുമായി രഹസ്യ ചർച്ചകൾക്ക് ഇറാൻ അഭ്യർത്ഥിച്ചു എന്നതായിരുന്നു ട്രംപിന്റെ ഒന്നാമത്തെ അവകാശവാദം. എന്നാൽ തങ്ങൾ ഒരിക്കലും അത്തരമൊരു ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിട്ടില്ലെന്നും അമേരിക്കയുമായി രഹസ്യ ധാരണകൾക്ക് ശ്രമിച്ചിട്ടില്ലെന്നും ഇറാൻ ശക്തമായി വാദിക്കുന്നു. ഉപരോധങ്ങൾക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കി ചർച്ചയ്ക്ക് അപേക്ഷിക്കുകയാണെന്ന തരത്തിൽ ലോകത്തിന് മുന്നിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കാനാണ് ട്രംപ് ശ്രമിച്ചതെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നു. ഇതിനു പുറമെ തുടർച്ചയായ 3 രാത്രികളിൽ അമേരിക്കൻ സൈന്യം ഇറാന്റെ റഡാർ സംവിധാനങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി തകർത്തു എന്ന ട്രംപിന്റെ പ്രസ്താവനയും ഇറാൻ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. തങ്ങളുടെ ഒരു റഡാർ ഇൻസ്റ്റലേഷന് പോലും യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെന്ന് ടെഹ്റാൻ വ്യക്തമാക്കുന്നു. അമേരിക്കൻ ജനതയെയും അന്താരാഷ്ട്ര സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ട്രംപ് മെനഞ്ഞെടുത്ത കഥകളാണിതെന്നാണ് ഇറാന്റെ പക്ഷം. ഇറാന്റെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും ഗവൺമെന്റ് ഉപദേശകനുമായ സെയ്ദ് മുഹമ്മദ് മരണ്ടി ഈ വിഷയത്തിൽ അതീവ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ട്രംപ് ഉന്നയിച്ച അവകാശവാദങ്ങളെ ഒറ്റവാക്കിൽ തള്ളിക്കളഞ്ഞ മരണ്ടി ഇതിലൊന്നും ഒരു സത്യാവസ്ഥയുമില്ല, ഇതൊന്നും സംഭവിച്ചിട്ടേയില്ല എന്ന് തുറന്നടിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ നുണകൾ പ്രചരിപ്പിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അമേരിക്കൻ ജനതയോട് ട്രംപ് തുടർച്ചയായി നുണകൾ പറയുകയാണെന്നാണ് ഇറാന്റെ ആഭ്യന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി വിദേശ നയങ്ങളെ ട്രംപ് ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ഇറാനെ ഒരു ദുർബല രാജ്യമായി ചിത്രീകരിക്കാനുള്ള അമേരിക്കൻ മാധ്യമങ്ങളുടെയും ഭരണകൂടത്തിന്റെയും തന്ത്രങ്ങൾ ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ശക്തമാണെന്നും അമേരിക്കയ്ക്ക് തങ്ങളുടെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് കടന്ന് ആക്രമണം നടത്താൻ എളുപ്പമല്ലെന്നും തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആഭ്യന്തരമായി വികസിപ്പിച്ച അത്യാധുനിക റഡാറുകളും ഇറാന്റെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ആക്രമണ കഥകൾ വെറും കെട്ടിച്ചമച്ചതാണെന്ന് ഇറാൻ ആവർത്തിക്കുന്നു. നയതന്ത്ര തലത്തിൽ മേൽക്കൈ നേടാൻ വേണ്ടി ട്രംപ് ഉപയോഗിച്ച ഈ വ്യാജ അവകാശവാദങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കൃത്യമായ തെളിവുകളില്ലാതെ ഒരു വിദേശ രാജ്യത്തിനെതിരെ സൈനിക ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുന്നത് ഒരു വൻ ശക്തിയുടെ തലവന് ചേർന്നതല്ല എന്ന വിമർശനം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. ഇത് ട്രംപ് ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നതാണ്. ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പാശ്ചാത്യ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്ന് മാത്രമല്ല, അവരുടെ വ്യാജ പ്രചാരണങ്ങളെ കൃത്യമായ വസ്തുതകൾ നിരത്തി പൊളിച്ചെടുക്കാനും ഇറാന് കഴിയുന്നുണ്ട്. ഇത് പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കും. അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം ഇറാന്റെ സാമ്പത്തിക രംഗം കടുത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ പരമാധികാരവും സൈനിക സുരക്ഷയും സംരക്ഷിക്കാൻ ഇറാൻ ഭരണകൂടത്തിന് കഴിയുന്നുണ്ട്. ട്രംപിന്റെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ട് ഇറാനെ പൂർണ്ണമായും വരുതിയിലാക്കാൻ കഴിയില്ലെന്ന് ഈ വാക്പോര് തെളിയിക്കുന്നു. ആഗോള നയതന്ത്ര രംഗം അതീവ ആശങ്കയോടെയാണ് ഈ സംഭവ വികാസങ്ങളെ വീക്ഷിക്കുന്നത്. വൻ ശക്തികൾ തമ്മിലുള്ള ഇത്തരം പരസ്യമായ വാക്പോരുകൾ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ട്രംപിന്റെ പ്രസ്താവനകളും അതിന് ഇറാൻ നൽകിയ കടുത്ത മറുപടിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകലം വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ജനതയോട് ട്രംപ് 2 തവണ നുണ പറഞ്ഞുവെന്ന ഇറാന്റെ ആരോപണം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. വിദേശ നയങ്ങളിൽ അമേരിക്ക പുലർത്തുന്ന ഇരട്ടത്താപ്പാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ട്രംപ് ഇത്തരം അന്താരാഷ്ട്ര നാടകങ്ങൾ കളിക്കുന്നതെന്ന വിമർശനവും ശക്തമാണ്. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എങ്ങനെയുള്ള നീക്കങ്ങളാണ് ഉണ്ടാവുക എന്നത് പ്രവചനാതീതമാണ്. ഇറാന്റെ ഈ പരസ്യമായ തള്ളിപ്പറച്ചിലിന് മറുപടിയുമായി ട്രംപ് കൂടുതൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക പ്രകോപനങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. ഇത് മേഖലയിലെ സംഘർഷ സാധ്യതകൾ ഇരട്ടിയാക്കും. ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ പൊളിഞ്ഞതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. ദോഹ ചർച്ചകളെ കുറിച്ചുള്ള നുണകളും റഡാർ ആക്രമണ കഥകളും ഇറാന്റെ കടുത്ത പ്രതിരോധത്തിന് മുന്നിൽ നിഷ്പ്രഭമായി. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ നയതന്ത്ര തിരിച്ചടിയോട് അമേരിക്കൻ ഭരണകൂടം ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നാണ്.